കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും പങ്കുണ്ടെന്ന് മാതാവ്. മകൾ ഓഫീസിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് അനീഷയുടെ മാതാവ് 24-നോട് പറഞ്ഞു. മനം നൊന്താണ് അനീഷ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ അനൂപും ആരോപിക്കും. കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പോലീസ് സിൻസിയറായിട്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. കൊല്ലത്തുള്ള DDPയുടെ കാര്യമാണ് എൻ്റെ കൂടെ പറഞ്ഞത്. ആ DDP അന്ന് ഒരുപാട് ആക്ഷേപിക്കുകയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അന്നത്തെ ദിവസമാണ് അവൾ തീർത്തും തകർന്നു പോയത്. DDPയും കുറേ ആൾക്കാരും ഉണ്ട്, അതിൽ അപ്പുറത്തെ കോടതിയിരിക്കുന്ന ശ്യാമുമുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു സെറ്റാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ചത്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർ മുങ്ങി നടക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഇങ്ങനെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചവർക്ക് അതിന് ശിക്ഷ കിട്ടണം. അനീഷയുടെ ആത്മഹത്യാ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. അനീഷയുടെ ശബ്ദ സന്ദേശങ്ങൾ ഗൗരവത്തിലെടുത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ അടിയന്തരമായി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും സ്ഥലം മാറ്റുമെന്ന് ഭീഷണിയുണ്ടായെന്നും അനീഷയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവിന്റെ കത്തിലുണ്ട്. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും അമ്പരപ്പിക്കുന്നത്. വലിയ മാനസിക സംഘർഷം അത് അനുഭവിച്ചിരുന്നു. അനീഷ തന്നെ പറയുന്നുണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ ഒരുപാട് കഷ്ടതകളിലൂടെ മുന്നേറി വന്നതാണ്. അപ്പോഴൊന്നും ഇത്രയേറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒടുവിൽ ഇതുണ്ടാകുന്നു. അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു? മാതാവും സഹോദരനും ഒക്കെ കൃത്യമായിട്ട് അന്വേഷണം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും സ്മിത, ഈ മരിച്ചിട്ട് 3 ദിവസമായി, അനീഷയുടെ ആത്മഹത്യ കഴിഞ്ഞിട്ട് 3 ദിവസമായി. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം വളരെ ഗൗരവത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു മെല്ലപ്പൊക്കുണ്ട് എന്ന ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഈ ആരോപണ വിധേയരായവരുടെ മൊഴി പോലും എടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവത്തിൽ അനീഷ തന്നെ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം DDPയും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകനായ APP തന്നെ മാനസികമായ സമ്മർദ്ദത്തിൽ നിരന്തരമായി പലതവണ ഇത്തരം സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു. മാനസികമായ പീഡനം ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് സഹിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. ഈ മാസം 19-ന് DDP നേരിട്ട് വിളിച്ചു വരുത്തിയ അനീഷയെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും മാനസികമായ വലിയ രീതിയിലുള്ള പീഡനം അനീഷയ്ക്കെതിരെ ഉണ്ടാവുകയും ചെയ്തുവെന്ന മാതാവ് കൂടി സമ്മതിക്കുന്നു. സഹോദരനും ഇക്കാര്യങ്ങൾ ശരിവെക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴും പോലീസിന്റെ അന്വേഷണം അതിന് മെല്ലപ്പൊക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ശരി, ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺരാജ് നൽകിയത്.